വിശുദ്ധ സെയിൻറ് മേരീസ് ഓർത്തഡോക്സ് ചാപ്പലിൻ്റെ കൂദാശയും കൽക്കുരിശ് കൂദാശയും സമർപ്പണവും വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും അനുഗ്രഹീതമായ സാന്നിധ്യത്തിൽ ഇവിടെ പൂർത്തിയാവുകയാണ്. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ളതായിരിക്കുന്ന ചാപ്പലാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ് വിശുദ്ധ കന്യാമറിയം. ഭർത്താവിനോടൊപ്പം അഗസ്ത്യ സീസറിന്റെ കാലത്ത് കാനേശുമാരി കണക്കെടുപ്പിന് പോകുമ്പോൾ ഓരോ വാതിലുകൾ മുട്ടുന്നത് അവർക്ക് പ്രസവവേദന വന്ന സന്ദർഭത്തിലാണ്. ആ മുട്ടുന്ന വാതിലുകളൊന്നും അവിടെ ഒന്നും തുറന്നിട്ടില്ല. ആ തുറക്കാത്ത വാതിലുകളുള്ളതായിരിക്കുന്ന ഇടത്തേക്ക് മുഴുവൻ വാതിലുകളും തുറന്ന് ലോകത്തെ മുഴുവൻ എത്തിക്കാൻ സർവശക്തന് സാധിച്ചിട്ടുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീക്ഷ്ണത. സ്നേഹത്തിന്റെയും കരുണയുടെയും ആർദ്രതയുടെയും ഒക്കെ പ്രതിരൂപമാണ് വിശുദ്ധ കന്യാമറിയം. തീർച്ചയായും സങ്കീർത്തനത്തിലെ 127:1 സൂചിപ്പിക്കുന്നത് പോലെ യഹോവ വീട് പണിയാതെ പോയാൽ പണിയുന്നവരുടെ പരിശ്രമം വൃഥാവിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പണിയും ഈ പ്രവർത്തനവും സജിയച്ചായൻ ഇങ്ങോട്ട് എത്തലും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ രൂപപ്രവർത്തനങ്ങളും പ്രിയപ്പെട്ട അഭിവന്ദ്യ തിരുമേനിയുടെ വിശുദ്ധമായിട്ടുള്ള നേതൃത്വവുമൊക്കെ ദൈവവചനവുമായി കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനാണ്, ആലോചിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അവസാനം സങ്കീർത്തനത്തിൽ പറയുന്ന രണ്ടാമത്തെ ഒരു മനോഹരമായിട്ടുള്ള വാചകമുണ്ട്. നിന്റെ യഹോവയെ, നിന്റെ വാസസ്ഥലം എത്രത്തോളം മനോഹരം എന്ന് ചോദിക്കുന്നു. ആ മനോഹാരിത പുറത്തു കാണുന്ന ആലങ്കാരികത മാത്രമല്ല, ഇതിനകത്ത് നടക്കുന്ന പ്രാർത്ഥനകളും കൂദാശകളും അതിലൂടെ ലഭ്യമാകുന്ന ആത്മീയമായിട്ടുള്ള കരുത്തും നിർവൃതിയും ആത്മവിശ്വാസവുമാണ് ആ മനോഹാരിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്നുള്ളത്. ക്രൈസ്തവ സമൂഹം, പ്രിയപ്പെട്ട ഓർത്തഡോക്സ് സമൂഹത്തിന്റെ വളർച്ച, അവർ നമ്മുടെ വയനാടിന് നൽകിയതായിരിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയിലെ ഏറ്റവും വലിയ പങ്കാളിത്തം, ഇന്ന് സാമൂഹ്യ മണ്ഡലത്തിൽ സഭ നടത്തുന്നതായിട്ടുള്ള ഇടപെടൽ, അതിനഭിവന്ദ്യ പിതാവിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള വഴി കാണിക്കുന്ന ദിശാപരമായിട്ടുള്ള നേതൃത്വം, അതൊക്കെ തന്നെ നമ്മുടെ ഈ നാടിന് നൽകുന്ന അനൽപമായ സംഭാവനകളെ വലിയ മനസ്സോടുകൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു.